നമസ്കാരം. ഇന്ന് ഇതുവരെയുള്ള എല്ലാ വാർത്തകളും സമഗ്രമായി നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ഇടത് തുടർഭരണത്തിനെതിരെ വിമർശനം കടുപ്പിച്ചു വീണ്ടും സച്ചിദാനന്ദൻ. ജനാധിപത്യം മധ്യവർഗത്തെ സന്തോഷിപ്പിക്കലല്ല, ശബ്ദമില്ലാത്തവരെ കേൾക്കുന്നതാണെന്നും ഫേസ്ബുക്ക് പോസ്റ്റ്. സച്ചിദാനന്ദനെ അനുനയിപ്പിക്കാൻ CPM. തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ സച്ചിദാനന്ദന്റെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തി. തിരുവനന്തപുരം സെൻട്രൽ സീറ്റിനായി കോൺഗ്രസിൽ പിടിമുറുക്കി VS ശിവകുമാർ. സീറ്റ് നൽകിയില്ലെങ്കിൽ താൻ പാർട്ടി വിടുമെന്നത് CPMന്റെ PR വർക്കെന്ന് ശിവകുമാർ. VSന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് A സുരേഷിനെ മലമ്പുഴയിൽ UDF സ്വതന്ത്രനായി മത്സരിപ്പിക്കാൻ നീക്കം. തീരുമാനമെടുത്തിട്ടില്ലെന്നും നേതാക്കൾ ബന്ധപ്പെട്ടിരുന്നുവെന്നും സുരേഷ്. ജോസ് കെ മാണി പാലായിൽ തന്നെ മത്സരിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. VC മോഹനൻ കുന്നുമ്മലിനെതിരെ പ്രതിഷേധവുമായി SFI മാർച്ച്. സർവകലാശാലയിലേക്കുള്ള മാർച്ച് അക്രമാസക്തമായി. കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച്. പ്രതിഷേധത്തിനിടെ കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ അസാധുവാക്കി VC. തെരഞ്ഞെടുപ്പിനുള്ള ജനറൽ കൗൺസിൽ രൂപീകരിച്ചു. VCയുടെ നീക്കം കലോത്സവ നടത്തിപ്പ് തടയാനെന്ന് SFI. ലോക്സഭയിൽ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ അവിശ്വാസ നോട്ടീസ് നൽകി ഇന്ത്യ സഖ്യം. 118 MPമാർ ഒപ്പുവെച്ച നോട്ടീസ് കൈമാറിയത് സെക്രട്ടറി ജനറലിന്. ഒപ്പിടാതെ തൃണമൂൽ കോൺഗ്രസ് MPമാരുടെ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന കത്തും കൈമാറി. കേന്ദ്രത്തിനെതിരെ ആഞ്ഞടിച്ച് ശശി തരൂർ. കേരളത്തിന് അവഗണനയെന്നും ബജറ്റിൽ പ്രഖ്യാപനങ്ങൾ മാത്രമെന്നും വിമർശനം. സിനിമാ താരം ജയറാമിനെ ED ചോദ്യം ചെയ്യും. ചൊവ്വാഴ്ച ഹാജരാകാൻ സമൻസ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സാമ്പത്തിക ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കും. തന്ത്രിയുടെ ജാമ്യാപേക്ഷയിൽ 18 വിധി. ധനകാര്യ സ്ഥാപനത്തിൽ വൻ നിക്ഷേപമുണ്ടെന്ന് SIT. കൊല്ലം വിജിലൻസ് കോടതിയിൽ വാദം പൂർത്തിയായി. റോദം ജ്വല്ലറി ഉടമ ഗോവർദ്ധന്റെ ജാമ്യഹർജി സുപ്രീം കോടതി തള്ളി. കൊടിമര പുനഃപ്രതിഷ്ഠയിൽ പ്രത്യേക വിജിലൻസ് സംഘം അന്വേഷണം നടത്തും. സംസ്ഥാനത്ത് സർക്കാർ ഡോക്ടർമാർ വീണ്ടും സമരത്തിലേക്ക്. ഈ മാസം 16 മുതൽ OP ബഹിഷ്കരിക്കും. 19 മുതൽ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയ ഒഴിവാക്കും. സമരം കടുപ്പിക്കുന്നത് ശമ്പള വർധനവും ആനുകൂല്യങ്ങളും ആവശ്യപ്പെട്ട്. വിശദമായി നോക്കാം. തുടർഭരണം വേണ്ട എന്ന പരാമർശത്തിൽ വിമർശനങ്ങൾക്ക് മറുപടിയുമായി K സച്ചിദാനന്ദന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. തന്നെ വിമർശിക്കുന്ന സൈബർ കൂട്ടങ്ങൾ മൂഢസ്വർഗത്തിൽ ജീവിക്കുന്നവരാണെന്നും തന്റെ പുസ്തകം വായിക്കാത്തവരും തന്നെക്കുറിച്ച് അറിയാത്തവരുമാണ് വിമർശിക്കുന്നതെന്നും കവി വ്യക്തമാക്കി. അതേസമയം സച്ചിദാനന്ദന്റെ പരാമർശത്തിൽ അനുനയ നീക്കവുമായി CPM രംഗത്തെത്തി. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ തൃശൂരിലെ വീട്ടിലെത്തി സച്ചിദാനന്ദനെ കണ്ടു. ഭരണത്തുടർച്ചാ പ്രസ്താവനയിൽ സൈബർ ഇടങ്ങളിൽ വിമർശനം ശക്തമായതോടെയായിരുന്നു സച്ചിദാനന്ദന്റെ പ്രതികരണം. ഫാസിസത്തിനെതിരെ പണ്ടേ പ്രതികരിച്ച ആളാണ് താൻ. അടിയന്തരാവസ്ഥക്കാലത്ത് തന്നെ കസ്റ്റഡിയിലെടുത്തതോ കൽബുർഗിയുടെ മരണത്തിൽ പ്രതിഷേധിച്ച് താൻ സാഹിത്യ അക്കാദമിയിൽ നിന്നും പുറത്തു വന്നതോ പലർക്കും അറിയില്ല. മാർക്സിസ്റ്റ് ചിന്തകൾ മാത്രമാണ് താൻ പറഞ്ഞതെന്നും കവി വിശദീകരിച്ചു. തന്നെ വിമർശിക്കുന്ന സൈബർ കൂട്ടങ്ങൾ മൂഢസ്വർഗത്തിലാണെന്നും സച്ചിദാനന്ദൻ ഫേസ്ബുക്കിൽ എഴുതി. അതേസമയം സച്ചിദാനന്ദനെ അനുനയിപ്പിക്കാനുള്ള നീക്കവുമായി CPM രംഗത്തെത്തി. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ സച്ചിദാനന്ദനെ വീട്ടിലെത്തി സന്ദർശിച്ചു. സച്ചിദാനന്ദൻ വിശാല കാഴ്ചപ്പാടിൽ പറഞ്ഞ കാര്യം മറ്റൊരു തരത്തിലാണ് വന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രതികരണമായി കണക്കാക്കുന്നില്ല. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമുള്ള പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. സെക്യുലറായ ഇടതുപക്ഷക്കാരനാണ് K സച്ചിദാനന്ദൻ. അദ്ദേഹത്തെ എന്നും ബഹുമാനിക്കുന്നുവെന്നും അബ്ദുൽ ഖാദർ പറഞ്ഞു. കേരളത്തിലെ ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല, ആ അർത്ഥത്തിലല്ല മാഷ് പറഞ്ഞത്. വിശാലമായൊരു താത്വിക തലത്തിലാണ് മാഷ് പറഞ്ഞത്. പക്ഷേ മാധ്യമങ്ങളിൽ വാർത്ത വന്നപ്പോൾ അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ, ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിനെ ആസ്പദമാക്കി പറഞ്ഞു എന്ന മട്ടിൽ വന്നത്. അങ്ങനെയല്ല അദ്ദേഹം ഉദ്ദേശിച്ചതെന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. കേരളത്തിലെ ഇടതുപക്ഷത്തോട്, ഇടതുപക്ഷ മൂല്യങ്ങളോട് അങ്ങേയറ്റം ആദരവുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. കേരളത്തിലെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ ഒരു നിലപാടെടുത്തു എന്ന അർത്ഥത്തിൽ കാണേണ്ടതില്ല എന്ന് തന്നെയാണ് അദ്ദേഹവുമായി ഞാനും അശോകൻ ചെരുവിലും സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് ബോധ്യമായ കാര്യം.
ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിനു ശേഷം വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് സച്ചിദാനന്ദനെതിരെ ഉണ്ടായത്. പോസ്റ്റുകൾ CPM-നെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തൃശൂർ. സച്ചിദാനന്ദനെ തള്ളി മന്ത്രി V. ശിവൻകുട്ടി. ഹോംവർക്ക് ചെയ്യാതെയും രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ഇടപെടാതെയുമാണ് സച്ചിദാനന്ദൻ അത്തരമൊരു പരാമർശം നടത്തിയത്. കണ്ണുമടച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരരുത് എന്ന് പറയുന്നതിൽ ശരികേടുണ്ട്. കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് അത്തരമൊരു പ്രസ്താവന നടത്തിയത്. സച്ചിദാനന്ദനെതിരെയുള്ള സൈബർ ആക്രമണം തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇടതുപക്ഷം അധികാരത്തിൽ വരേണ്ടതില്ല എന്ന പ്രസ്താവന ഇടത് അനുഭാവികൾക്ക് വിഷമമുണ്ടാക്കാം. ആ വിഷമം പല രീതിയിലും പ്രകടിപ്പിച്ചിട്ടുണ്ടാകാമെന്നും മന്ത്രി പറഞ്ഞു. കാര്യങ്ങൾ മനസ്സിലാക്കാതെയും ഹോംവർക്ക് ചെയ്യാതെയും രാഷ്ട്രീയ പ്രശ്നങ്ങൾ വിലയിരുത്താതെയും കണ്ണുമടച്ചുകൊണ്ട് ഒരു വ്യക്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇനി വരാൻ സാധ്യതയില്ല, മാറി നിൽക്കുകയാണ് വേണ്ടത് എന്ന് പറയുന്നത് അതിലൊരു ശരികേടുണ്ട്. കേരളത്തിൽ തുടർഭരണം വേണ്ടെന്ന എഴുത്തുകാരൻ സച്ചിദാനന്ദന്റെ പ്രസ്താവനയോട് പ്രതികരിച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. സച്ചിദാനന്ദൻ ഇടതുപക്ഷ ബന്ധുവാണ്. ബന്ധുക്കൾ പുകഴ്ത്തണമെന്ന് മാത്രം പറയാൻ പറ്റില്ല. സച്ചിദാനന്ദൻ പറഞ്ഞ കാര്യം ഗൗരവത്തിൽ കാണുന്നു. പ്രസ്താവനയോട് കാതുപൊത്തില്ലെന്നും ബിനോയ് വിശ്വം കൊല്ലത്ത് വ്യക്തമാക്കി. സച്ച് മാഷ് ഞങ്ങളുടെ ബന്ധുവാണ്, ഇടതുപക്ഷ ബന്ധുവാണ്. ആ ബന്ധം ഞങ്ങൾ ഇന്നലെ കണ്ട പോലെ തന്നെ ഇന്നും നാളെയും വിലപ്പെട്ടതായി കാണും. അത്തരം ബന്ധുക്കൾ എല്ലാ വാക്കിലും എല്ലാ നോട്ടത്തിലും ഞങ്ങളെ പുകഴ്ത്തിയേ തീരുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. സാംസ്കാരിക നായകന്മാരെല്ലാം പ്രിയപ്പെട്ടവരാണെന്ന് മന്ത്രി K. രാജൻ. അവർ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു, ചിലർ തിരുത്തുന്നു. ശരി എന്തെന്ന് കാലം തെളിയിക്കും. സച്ചിദാനന്ദൻ മാഷ് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. അവരെ തിരുത്താൻ താനില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സാംസ്കാരിക നായകന്മാരെല്ലാം നമുക്ക് പ്രിയപ്പെട്ടവരാണ്. അവരുടെ അഭിപ്രായം അവർ രേഖപ്പെടുത്തുകയാണ്. അത് ശരിയല്ല എന്ന് തോന്നുന്നവർ തിരുത്തുന്നു, അവരവരുടെ അഭിപ്രായം പറയുന്നു. ഏതെങ്കിലും ആളുടെ അഭിപ്രായത്തിന് നേരെ യാതൊരു വിധത്തിലുള്ള കടന്നുകയറ്റവും പാടില്ല എന്നുള്ള അഭിപ്രായമാണ് ഗവൺമെന്റിനുള്ളത്. സച്ചിദാനന്ദന്റെ വിമർശനങ്ങളെ അവസരങ്ങളായി കാണുന്നുവെന്ന് തോമസ് ഐസക്. തുടർഭരണത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ പാർട്ടി നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. തിരുത്തലുകൾ വരുത്തി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. പല ഘട്ടങ്ങളിലായി പാർട്ടി ഇത് പരിശോധിക്കുന്നുണ്ട്. വ്യക്തിപരമായ പെരുമാറ്റ പ്രശ്നങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നതെങ്കിൽ പരിഹരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. രണ്ടാം ഭരണം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സംസ്ഥാന സമ്മേളനം തന്നെ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. ഇങ്ങനെ അപകടമുണ്ട്, ജാഗ്രത പുലർത്തണം. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഈ തെറ്റുകളൊക്കെ ഒന്നും തിരുത്തപ്പെട്ടിട്ടില്ല. വലിയ തിരുത്തൽ പ്രസ്ഥാനത്തിന് രൂപം നൽകി. അവർ തെറ്റുകൾ പറയും, ചൂണ്ടിക്കാണിക്കും, വിമർശനങ്ങൾ പറയും. അത് നമ്മൾ പരിശോധിച്ച് തിരുത്തി നമ്മൾ മുന്നോട്ട് പോകും. അതുകൊണ്ടാണ് പിണറായി 3.0 എന്ന് കേൾക്കുമ്പോൾ ജനം തലയിൽ കൈവയ്ക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സർക്കാരിന് തീവ്ര വലതുപക്ഷ നിലപാടാണ്. ഭരണമാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നു. ഇടത് സഹയാത്രികരും നല്ല കമ്മ്യൂണിസ്റ്റുകാരും വീണ്ടും പിണറായി അധികാരത്തിൽ വരരുത് എന്നാണ് ആഗ്രഹിക്കുന്നത്. സാധാരണ ജനങ്ങളുടെ മനസ്സിന്റെ പ്രതിഫലനമാണിതെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. ഇത് മൂന്നാമത് വീണ്ടും വന്നു കഴിഞ്ഞാൽ കേരളത്തിന്റെ സ്ഥിതി എന്താകും എന്ന് സാമാന്യ യുക്തിയുള്ള എല്ലാവരും ആലോചിക്കുന്നു. അപ്പോൾ സാംസ്കാരിക പ്രവർത്തകരും ഇടതുപക്ഷ സഹയാത്രികരായിരുന്ന ആളുകളും എല്ലാവരും ഒരു ഭരണ തുടർച്ച ഉണ്ടാകരുത്, ഒരു ഭരണമാറ്റം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നു. തിരുവനന്തപുരം സെൻട്രൽ സീറ്റിനായി കോൺഗ്രസിൽ പിടിമുറുക്കി VS ശിവകുമാർ. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകിയതിന് പിന്നാലെയാണ് നീക്കം. അതേസമയം സീറ്റ് നൽകിയില്ലെങ്കിൽ താൻ പാർട്ടി വിടുമെന്നത് CPM നടത്തുന്ന PR വർക്കാണെന്നാണ് ശിവകുമാർ പറയുന്നത്. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം സെൻട്രൽ. ഈ സീറ്റിനായാണ് കോൺഗ്രസിൽ VS ശിവകുമാർ പിടിമുറുക്കിയിരിക്കുന്നത്. MLA ആയിരുന്ന ആന്റണി രാജുവിനെ അയോഗ്യനാക്കിയ സാഹചര്യത്തിൽ സീറ്റ് തിരികെ നേടാനാകുമെന്ന വിശ്വാസത്തിലാണ് കോൺഗ്രസ്. ശിവകുമാറിനെ കൂടാതെ K. മുരളീധരൻ, ശബരിനാഥൻ എന്നിവരുടെ പേരുകളാണ് കോൺഗ്രസ് പരിഗണിക്കുന്നത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകിയതോടെയാണ് സീറ്റ് തനിക്ക് വേണമെന്ന ആവശ്യം ശിവകുമാർ ശക്തമാക്കുന്നത്. സീറ്റ് ലഭിച്ചില്ല എങ്കിൽ താൻ പാർട്ടി വിടുമെന്നത് CPMന്റെ PR വർക്കിന്റെ ഭാഗമാണ് എന്നാണ് ശിവകുമാർ പറയുന്നത്. തനിക്കെതിരെ CPM പ്രചരണം കുറേ നാളുകളായി തുടരുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്. അതേസമയം തിരുവനന്തപുരം സെൻട്രൽ അല്ലാതെ മറ്റ് ഏതു സീറ്റിൽ തന്നെ പരിഗണിക്കുമെന്ന ചോദ്യവും ശിവകുമാർ നേതൃത്വത്തോട് ഉയർത്തിയിട്ടുണ്ട്. ജയസാധ്യത തന്നെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രധാന ഘടകമാവുക.
അതിനാൽ തന്നെ ശിവകുമാറിന്റെ ആവശ്യത്തെ കോൺഗ്രസ് നേതൃത്വം പരിഗണിക്കുന്നത് എങ്ങനെയെന്നാണ് ഇനി അറിയേണ്ടത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയാവാൻ കോൺഗ്രസ് സമീപിച്ചിരുന്നുവെന്ന് VS അച്യുതാനന്ദന്റെ PA ആയിരുന്ന A. സുരേഷ് ഒരു തീരുമാനവും എടുത്തിട്ടില്ല, ഒരു തീരുമാനവും അറിയിച്ചിട്ടുമില്ല. പല കാര്യങ്ങളും കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച ചെയ്തിട്ടുണ്ട്, അത് പുറത്തു പറയാനില്ല. ഇടതുപക്ഷത്തിന്റെ നന്മയ്ക്കായി പല സാഹിത്യകാരന്മാരും പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. പാർട്ടി നിലനിൽക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്, എന്നും ഇടതുപക്ഷക്കാരനായി തുടരാനാണ് ആഗ്രഹം. പക്ഷേ മത്സരിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമെടുത്തിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അല്ല, കോൺഗ്രസ് ലീഡേഴ്സ് KPCC ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ സംസാരിച്ചിരുന്നു. ഇത് മാത്രമല്ല, പല കാര്യങ്ങളും എന്നോട് സംസാരിച്ചിരുന്നു. തൽക്കാലം ഞാനൊരു തീരുമാനം എടുത്തിട്ടില്ല. ഞാനിപ്പോഴും ഒരു ഇടതുപക്ഷ അനുഭാവിയായി തുടരുക തന്നെയാണ്. ഞാൻ നേരത്തെ നിങ്ങളോടൊക്കെ പറഞ്ഞ പോലെ എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് 10-ലേറെ കൊല്ലമായി. ഞാനൊരു 3 അപ്പീൽ സംസ്ഥാന സെക്രട്ടറിക്കും കൊടുത്തു, ഒരു അപ്പീൽ പാലക്കാട് ജില്ലാ സെക്രട്ടറിക്കും കൊടുത്തു. UDF ജാഥയിൽ പങ്കെടുക്കേണ്ട മാണി സി കാപ്പൻ പരദൂഷണം പറയാൻ പാലായിൽ ഇരിക്കുകയാണെന്ന് ജോസ് കെ മാണി. വികസന കാര്യങ്ങളിലെ പോരായ്മകൾ കണ്ടാൽ ചൂണ്ടിക്കാണിക്കും, അതിനെ വ്യക്തിപരമായി കാണേണ്ടതില്ല. അരി എത്രയെന്ന് ചോദിക്കുമ്പോൾ മാണി സി കാപ്പൻ പയർ അഞ്ഞാഴി എന്ന് പറയുന്നു. വികസന മുരടിപ്പ് എവിടെയും തുറന്നു കാണിക്കുമെന്നും ജോസ് കെ മാണി ഇടുക്കി അടിമാലിയിൽ പറഞ്ഞു. ഈ അദ്ദേഹത്തിന്റെ കഴിവുകൾ പുറത്തു പറയാനും അതിനെ ന്യായീകരിക്കാനും ഒരു സാധ്യതയില്ല. അതാണ്. അപ്പോൾ അരി എത്രയാണെന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാണ് എന്ന് പറയുന്നവർ. ജോസ് കെ മാണി പാലായിൽ തന്നെ മത്സരിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഇടുക്കിയിൽ ജോസ് കെ മാണിയോട് മത്സരിക്കുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനിടയിൽ മൈക്ക് വാങ്ങിയ റോഷി ജോസ് കെ മാണി പാലായിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. അത് പാർട്ടി തീരുമാനിക്കും. ആര് മത്സരിക്കണം, പാർട്ടിക്കകത്ത് ആര് മത്സരിക്കണം എന്ന് പാർട്ടി തീരുമാനിക്കും. അതനുസരിച്ച് മുന്നോട്ട് പോകും. ഇനി ഏതെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും ചോദിച്ചു, ഒരു കുഴപ്പമില്ല. പാർട്ടി തീരുമാനിക്കും. ജോസ് കെ മാണി മത്സരിക്കും. ആലോചനയായിട്ടുണ്ടോ? അതൊക്കെ പാർട്ടിയുടെ തീരുമാനങ്ങൾ ആ സമയത്ത് പുറപ്പെടുവിക്കും എന്ന് മാത്രമേ ഉള്ളൂ. സജ്ജമായി രംഗത്ത് വരും, സജീവമായി നേരിടും. നല്ല വിജയം എല്ലാ മേഖലയിലും ഉണ്ടാവും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കോൺഗ്രസ് നേതൃത്വത്തിന് പങ്കുണ്ടെന്ന് വ്യക്തമാക്കുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കൊടിമരം മാറ്റുന്നതിനായി പിരിച്ച പണം എവിടെ പോയെന്ന് അദ്ദേഹം ചോദിച്ചു. ഇത്തരത്തിൽ കൊള്ള നടത്തിയവരെ പൂർണ്ണമായി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ കണ്ടതിലുള്ള ദുരൂഹത മാറ്റണം. ജമായത്തെ ഇസ്ലാമിയുമായുള്ള UDF ബന്ധത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡും ലീഗും നിലപാട് വ്യക്തമാക്കണമെന്നും MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. ഹൈക്കോടതിയുടെ പുതിയ വിധിയോടെ കോൺഗ്രസിന്റെ പ്രമുഖ നേതൃത്വത്തിന് വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഈ കുടിമര മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉണ്ട് എന്ന് വ്യക്തമായിരിക്കുകയാണ്. ഇപ്പോൾ 30 ദിവസത്തിനകം അന്വേഷണം നടത്തി വിജിലൻസിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് കിട്ടണം എന്നിപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അടൂർ പ്രകാശിന്റെ മൊഴിയെടുത്ത സാഹചര്യത്തിൽ പിണറായി വിജയന്റെയും മൊഴിയെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പ്രത്യേക അന്വേഷണ സംഘത്തിൽ CPM ഏജന്റുമാരുണ്ട്, അവർ കൃത്യമായ വിവരങ്ങൾ ചോർത്തി നൽകുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. അയാൾ എത്രയോ ആളുകളുടെ കൂടെ ചിത്രം എടുത്താണ്. ഇദ്ദേഹം MP ആയിരിക്കുന്ന നാട്ടിലെ ആളാണ് അദ്ദേഹം. നമ്മുടെ നാട്ടില് ഞാൻ ജനപ്രതിനിധിയായിരിക്കുന്ന എന്റെ പറവൂരിൽ വന്ന് എത്ര പേര് എന്റെ കൂടെ പടം എടുത്താണ്. നാളെ അവനെ ഏതെങ്കിലും മോഷണ കേസിലോ കള്ളക്കേസിലോ പ്രതിയായ എന്റെ തോളെ നിന്ന് കൈയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന പടം വന്നിട്ട് എന്താ കാര്യം? ഫോട്ടോ ഉള്ളതിന്റെ പേരിലാണ് അടൂർ പ്രകാശിന്റെ മൊഴി എടുത്തതെങ്കിൽ പിണറായി വിജയന്റെ മൊഴിയും കൂടി എടുക്കണം. എന്താ ശബരിമല കൊടിമര നിർമ്മാണത്തിൽ ക്രമക്കേടുണ്ടായിട്ടില്ലെന്ന് ദേവസ്വം ബോർഡ് മുൻ അംഗം അജയ് തറയിൽ. 412 ഗ്രാം സ്വർണം അധിക സംഭാവനയായി ലഭിച്ചുവെന്നും കണക്കുകളെല്ലാം ഹൈക്കോടതിയെ ബോധിപ്പിച്ചതാണെന്നും അജയ് തറയിൽ കൊച്ചിയിൽ പറഞ്ഞു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ശബരിമലയിൽ അറ്റകുറ്റപ്പണി നടത്തിയത്. അറസ്റ്റിനെ ഭയക്കുന്നില്ലെന്നും രാഷ്ട്രീയ നീക്കം പ്രതിരോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. CPMന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് എന്നെ വിളിച്ച് പറഞ്ഞ അജയ സൂക്ഷിക്കണം, VD സതീശന്റെ ജാഥ പുതുയുഗ ജാഥ എറണാകുളത്ത് വരുമ്പോൾ അജയ് തറയിലിനെ ചോദ്യം ചെയ്യാനുള്ള പദ്ധതിയാണ് ഗവൺമെന്റ് ഇട്ടിരിക്കുന്നത്. ഉദ്ഘാടനം ചെയ്ത പിറ്റേ ദിവസം അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തു. എറണാകുളത്ത് വരുമ്പോൾ അജയ് തന്നെ ചോദ്യം ചെയ്യാൻ പദ്ധതി ഇട്ടിരിക്കുന്നു.
ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടൻ ജയറാമിന് നോട്ടീസ് നൽകി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം. സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള നടന്റെ ബന്ധമാണ് ED അന്വേഷിക്കുന്നത്. ശബരിമലയിലെ സ്വർണം ഉപയോഗിച്ച് പ്രതികൾ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നതിലാണ് EDയുടെ പരിശോധന നടക്കുന്നത്. നടൻ ജയറാമിനെ സാക്ഷി എന്ന നിലയിൽ SIT ചോദ്യം ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ EDയും ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചിരിക്കുന്നത്. ജയറാമിന്റെ വീട്ടിൽ ദ്വാരപാലക പാളികൾ വെച്ച് പൂജ നടന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ജയറാം SITക്ക് നൽകിയ വിശദീകരണങ്ങളിൽ പൊരുത്തക്കേടുള്ളതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അടുത്തയാഴ്ച ജയറാം EDക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നെന്ന് നേരത്തെ ജയറാം മൊഴി നൽകിയിരുന്നു. ശബരിമലയിലെ പ്രധാനപ്പെട്ട ഒരാൾ എന്ന നിലയ്ക്കായിരുന്നു പരിചയം. സ്മാർട്ട് ക്രിയേഷൻസുമായോ സ്പോൺസർമാരുമായോ പരിചയമില്ലെന്നും അന്ന് SITക്ക് മുന്നിൽ ജയറാം മൊഴി നൽകി. തന്റെ കയ്യിൽ നിന്ന് 1 രൂപ പോലും ഇവരാരും വാങ്ങിയിട്ടില്ലെന്നുമായിരുന്നു ജയറാമിന്റെ പ്രതികരണം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനു വേണ്ടി 12 പേർക്കാണ് ED ഇപ്പോൾ സമൻസ് അയച്ചിരിക്കുന്നത്. ഇതിൽ 3 പേർ മാത്രമാണ് SITയുടെ പ്രതിപട്ടികയിലുള്ളത്. അമൃത ന്യൂസ്, കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രിയുടെ ജാമ്യഹർജിയിൽ പ്രോസിക്യൂഷൻ വാദം പൂർത്തിയായി. ഈ മാസം 18-ന് വിധി പറയും. ഇരു കേസുകളിലുമായി തന്ത്രി കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച ജാമ്യഹർജിയിലാണ് വാദം പൂർത്തിയായത്. ജാമ്യാപേക്ഷയെ പ്രത്യേക അന്വേഷണ സംഘം എതിർത്തു. തന്ത്രിയുടെ കുടുംബാംഗങ്ങളുടെ അടക്കം സാമ്പത്തിക സ്രോതസ്സിന്റെ വിവരങ്ങൾ SIT കോടതിയിൽ ഹാജരാക്കി. തന്ത്രിയുടെ പേരിൽ 2,05 ലക്ഷം രൂപയും ഭാര്യയുടെ പേരിൽ 62 ലക്ഷം രൂപയും ആദായനികുതി വകുപ്പ് അറിയാതെയുള്ള ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിക്ഷേപമുള്ളതായി കണ്ടെത്തിയെന്ന് SIT കോടതിയെ അറിയിച്ചു. സമാന ഇടപാടുകൾ കുറിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ഈ ഘട്ടത്തിൽ ജാമ്യം നൽകരുതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. 2024-25 7,4 ലക്ഷം രൂപ തന്ത്രി ദേവസ്വം ബോർഡിൽ നിന്ന് കൈപ്പറ്റിയതായി SIT കോടതിയെ അറിയിച്ചു. അതിനാൽ തന്ത്രി പബ്ലിക് സർവന്റ് എന്നതിന് സമാനമായി അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമെന്നും SIT വാദിച്ചു. അതേസമയം പ്രോസിക്യൂഷൻ വാദത്തെ പ്രതിഭാഗം എതിർത്തു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും മുൻ കമ്മീഷണറുമായ N. വാസുവിന്റെ ജാമ്യാപേക്ഷയിൽ വിധി നാളെ. ജാമ്യാപേക്ഷ പരിഗണിച്ച കൊല്ലം വിജിലൻസ് കോടതി വിധി പറയാൻ നാളത്തേക്ക് മാറ്റുകയായിരുന്നു. റിമാൻഡ് കാലാവധി 90 ദിവസം കഴിഞ്ഞത് കാട്ടി സ്വാഭാവിക ജാമ്യഹർജിയാണ് നൽകിയത്. കട്ടിളപ്പാളി കേസിലാണ് N. വാസു പ്രതിയായിട്ടുള്ളത്. മുൻ ദേവസ്വം പ്രസിഡന്റും CPM നേതാവുമായ A. പത്മകുമാറിനെ വീണ്ടും റിമാൻഡ് ചെയ്തു. 14 ദിവസത്തേക്കാണ് കൊല്ലം വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തത്. പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി 90 ദിവസം പൂർത്തിയാവാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. പത്മകുമാറും ഉടൻ സ്വാഭാവിക ജാമ്യത്തിന് കോടതിയെ സമീപിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതി ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധന് തിരിച്ചടി. ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളി. അന്വേഷണം നടക്കുന്നതിനാൽ ഇടപെടാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി. ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. 2 കേസുകളിലും ജാമ്യം തേടിയായിരുന്നു ഗോവർദ്ധന്റെ ഹർജി. ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് ഗോവർദ്ധൻ സുപ്രീം കോടതിയെ സമീപിച്ചത്. താൻ അയ്യപ്പ ഭക്തനാണെന്നും സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ലെന്നുമായിരുന്നു ജാമ്യഹർജിയിൽ ഗോവർദ്ധൻ ചൂണ്ടിക്കാട്ടിയത്. CPM സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനുവിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ച് ആന്റോ ആന്റണി MP. സമൂഹമാധ്യമത്തിലെ വീഡിയോ പിൻവലിച്ച് നിരുപാധികം മാപ്പ് പറയണമെന്ന നോട്ടീസിൽ ആവശ്യപ്പെട്ടു. അല്ലെങ്കിൽ 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും വക്കീൽ നോട്ടീസിൽ പറയുന്നുണ്ട്. അതേസമയം താൻ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് KP ഉദയഭാനു പറഞ്ഞു. സമൂഹത്തിന് മുന്നിൽ മാനത്തിന്റെ തുണി അഴിഞ്ഞു നിൽക്കുകയാണ് ആന്റോ ആന്റണിയെന്നും മാപ്പ് പറയേണ്ടത് താനല്ല ആന്റോ ആന്റണിയാണെന്നും ഉദയഭാനു പറഞ്ഞു. ആന്റോ ആന്റണി പൈസ വാങ്ങിച്ചിട്ടെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതിനെ സംബന്ധിച്ച് ആന്റോ ആന്റണിയാണ് മറുപടി പറയുന്നത്. എങ്ങനെയാണ് പൈസ വാങ്ങിച്ചത്, എന്തിനാണ് പൈസ വാങ്ങിച്ചത്, ഇതെല്ലാം ആന്റോ ആന്റണി പറയേണ്ട കാര്യമാണ്. കേരള സർവകലാശാല യൂണിയൻ അസാധുവാക്കി വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ. തിരഞ്ഞെടുപ്പിനായി ജനറൽ കൗൺസിലും രൂപീകരിച്ചു. കേരള VCയുടെ നിലപാടുകൾക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി SFI. രാപ്പകൽ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രവർത്തകർ യൂണിവേഴ്സിറ്റിയിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. SFI നടത്തുന്ന രാപകൽ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് പ്രവർത്തകർ യൂണിവേഴ്സിറ്റിയിലേക്ക് മാർച്ച് നടത്തിയത്. ഗേറ്റിന് മുന്നിൽ ബാരിക്കേഡ് തീർത്ത പോലീസ് മാർച്ച് തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചതോടെ പോലീസ് പലവട്ടം ജലപീരങ്കി പ്രയോഗിച്ചു.
തുടർന്ന് പ്രവർത്തകർ ബാരിക്കേഡ് തകർത്ത് യൂണിവേഴ്സിറ്റിയിലേക്ക് ഇരച്ചുകയറി. പ്രവർത്തകരെ പോലീസ് തടഞ്ഞത് ഉന്തിലും തള്ളിലും കലാശിച്ചു. പ്രവർത്തകർ രജിസ്ട്രാറുടെ മുറിക്ക് മുകളിൽ ഉപരോധം തീർത്തു. SFI സംസ്ഥാന നേതാക്കൾ രജിസ്ട്രാറുമായി ചർച്ച നടത്തിയെങ്കിലും സമവായത്തിലെത്തിയില്ല. കാലാവധി അവസാനിക്കാനിരിക്കുന്ന യൂണിയനെ കലോത്സവം നടത്താൻ അനുവദിക്കുക, കായിക വിദ്യാർത്ഥികളുടെ DA കുടിശ്ശിക അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് SFI രാപകൽ സമരം നടത്തുന്നത്. എന്നാൽ കേരള സർവകലാശാല യൂണിയൻ വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ അസാധുവാക്കി. തിരഞ്ഞെടുപ്പിനായി ജനറൽ കൗൺസിൽ രൂപീകരിക്കുകയും ചെയ്തു. യൂണിയൻ കാലാവധി തീർന്നതിനാലാണ് നടപടിയെന്നാണ് സർവകലാശാലയുടെ വിശദീകരണം. എന്നാൽ ഈ മാസം 28 വരെ നിലവിലെ യൂണിയന് കാലാവധിയുണ്ടെന്നും കലോത്സവ നടത്തിപ്പ് തടയാനാണ് ഈ നടപടിയെന്നും SFI ആരോപിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്തെ ഡോക്ടർമാർ സമരം തുടരും. KGMCTA കേന്ദ്ര നിർവാഹക സമിതി യോഗത്തിന്റേതാണ് തീരുമാനം. സർക്കാരുമായി നടത്തിയ ചർച്ചയിൽ പരിഹാരമുണ്ടാകാത്തതിനെ തുടർന്നാണ് നടപടി. സർക്കാരുമായി പലതവണ ചർച്ച നടത്തിയിട്ടും ഫലപ്രദമായ ഇടപെടലുണ്ടാകാത്ത സാഹചര്യത്തിലാണ് സമരവുമായി മുന്നോട്ടു പോകാൻ KGMCTA തീരുമാനിച്ചത്. നടത്തിയ ചർച്ചകളിൽ ഇതുവരെ ലഭിച്ച അനുകൂല നടപടികൾ ഉൾപ്പെടെ വിലയിരുത്തിയ ശേഷമാണ് കേന്ദ്ര നിർവാഹക സമിതി യോഗം സമരപരിപാടികളുടെ പുതുക്കിയ രൂപരേഖ അംഗീകരിച്ചത്. നിലവിൽ ഡോക്ടർമാർ നടത്തുന്ന ചട്ടപ്പടി സമരം, നിസ്സഹകരണ സമരം, തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിൽ നടക്കുന്ന റിലേ നിരാഹാര സത്യാഗ്രഹം, മെഡിക്കൽ ബോർഡ് ബഹിഷ്കരണം എന്നിവ തുടരും. ബുധനാഴ്ച വൈകുന്നേരം എല്ലാ സർക്കാർ മെഡിക്കൽ കോളേജുകളിലും മെഡിക്കൽ അധ്യാപകരും വിദ്യാർത്ഥികളും PTA അംഗങ്ങളും ഒരുമിച്ച് പങ്കാളികളാകുന്ന കാൻഡിൽ ലൈറ്റ് പ്രൊട്ടസ്റ്റ് സംഘടിപ്പിക്കും. മെഡിക്കൽ വിദ്യാഭ്യാസത്തിന്റെ ഭാവിയും പൊതുജനാരോഗ്യത്തിന്റെ നിലനിൽപ്പും സംരക്ഷിക്കാനുള്ള സമാധാനപരമായ മുന്നറിയിപ്പ് എന്ന നിലയിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. തിങ്കളാഴ്ച മുതൽ അനിശ്ചിതകാല OP ബഹിഷ്കരണം, അനിശ്ചിതകാല അക്കാദമിക് ബഹിഷ്കരണം എന്നിവയും ആരംഭിക്കും. അന്നേ ദിവസം രാവിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും പ്രതിഷേധ പ്രകടനവും സംഘടിപ്പിക്കും. വ്യാഴാഴ്ച മുതൽ അനിശ്ചിതകാലത്തേക്ക് അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകൾ ബഹിഷ്കരിക്കുകയും സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുകയും ചെയ്യും. സമരപരിപാടികളിൽ നിന്ന് കാഷ്വാലിറ്റി, ലേബർ റൂം, ICU, IP ചികിത്സ, പോസ്റ്റ്മോർട്ടം എന്നീ അവശ്യ ആരോഗ്യ സേവനങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി പ്രതിപക്ഷം. ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ലാത്ത സാഹചര്യത്തിൽ സെക്രട്ടറി ജനറലിന് നോട്ടീസ് കൈമാറി. 118 MPമാർ നോട്ടീസിൽ ഒപ്പുവെച്ചു. തൃണമൂൽ കോൺഗ്രസ് പ്രമേയത്തിൽ ഒപ്പിടാതെ വിട്ടുനിന്നു. ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ആഴ്ചയിലും പാർലമെന്റിൽ സ്തംഭനാവസ്ഥ തുടരുകയാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 94C പ്രകാരം സ്പീക്കറെ നീക്കം ചെയ്യുന്നതിനുള്ള പ്രമേയത്തിനുള്ള നോട്ടീസാണ് പ്രതിപക്ഷം നൽകിയത്. കോൺഗ്രസ് ലോക്സഭാ ഡെപ്യൂട്ടി ലീഡർ ഗൗരവ് ഗൊഗോയാണ് ഇക്കാര്യം അറിയിച്ചത്. കോൺഗ്രസ്, DMK, സമാജ്വാദി പാർട്ടി തുടങ്ങിയ പാർട്ടികളിൽ നിന്നുള്ള 118 MPമാർ പ്രമേയത്തിൽ ഒപ്പിട്ടു. എന്നാൽ തൃണമൂൽ കോൺഗ്രസ് പ്രമേയത്തിൽ ഒപ്പിടാതെ വിട്ടുനിന്നു. പ്രതിപക്ഷ നിരയിൽ വിള്ളലുണ്ടെന്ന സൂചനയാണ് TMCയുടെ നടപടിയിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്നാൽ ആദ്യം സ്പീക്കർക്ക് ഒരു പ്രതിഷേധ കത്ത് നൽകണമെന്നും നടപടി ഉണ്ടായില്ലെങ്കിൽ മാത്രം അവിശ്വാസ പ്രമേയത്തിലേക്ക് കടക്കാമെന്നുമാണ് തങ്ങളുടെ നിർദ്ദേശമെന്നാണ് തൃണമൂൽ MP അഭിഷേക് ബാനർജി വ്യക്തമാക്കിയത്. MPമാരുടെ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന കത്തും പ്രതിപക്ഷം കൈമാറി. 14 ദിവസത്തിന് ശേഷമാണ് നോട്ടീസ് പരിഗണിക്കുന്നത്. സ്പീക്കർ സർക്കാരിന്റെ താൽപര്യങ്ങൾക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് ആരോപിച്ചാണ് പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം നൽകിയത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവരെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ലെന്നും എന്നാൽ ഭരണപക്ഷത്തിന് പ്രതിപക്ഷത്തിനെതിരെ മോശം പരാമർശങ്ങൾ നടത്താൻ പോലും അനുവാദം നൽകുന്നുണ്ടെന്നും അവർ കുറ്റപ്പെടുത്തി. കഴിഞ്ഞ വ്യാഴാഴ്ച പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗമില്ലാതെ തന്നെ നന്ദിപ്രമേയം പാസാക്കിയിരുന്നു. പ്രതിപക്ഷ അംഗങ്ങൾ പ്രധാനമന്ത്രിയുടെ ഇരിപ്പിടത്തിനടുത്തേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി സഭയിൽ വരാതിരുന്നതെന്ന് സ്പീക്കർ പറഞ്ഞിരുന്നു. ഇതിനു പുറമെ 8 പ്രതിപക്ഷ MPമാരെ സസ്പെൻഡ് ചെയ്തതും BJP MP നിഷികാന്ത് ദുബെ മുൻ പ്രധാനമന്ത്രിമാർക്കെതിരെ നടത്തിയ പരാമർശങ്ങളിൽ നടപടിയെടുക്കാത്തതും നോട്ടീസിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. മുൻ കരസേനാ മേധാവി ജനറൽ മനോജ് മുകുന്ദ് നരവനെയുടെ ആത്മകഥയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കേന്ദ്ര സർക്കാരിനെയും പ്രസാധകരായ പെൻഗിനെയും രൂക്ഷമായി വിമർശിച്ച് രാഹുൽ ഗാന്ധി. ഒന്നുകിൽ നരവന അല്ലെങ്കിൽ പ്രസാധകരായ പെൻഗിൻ, ഇവരിൽ ആരോ ഒരാൾ കള്ളം പറയുകയാണെന്നും താൻ മുൻ കരസേനാ മേധാവിയാണ് വിശ്വസിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. 2023 തന്റെ പുസ്തകം പ്രൊമോട്ട് ചെയ്തുകൊണ്ടുള്ള നരവനയുടെ ട്വീറ്റ് രാഹുൽ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു രാഹുലിന്റെ പ്രതികരണം. Here is a tweet from Mr. Naravane. जी, ये देख लीजिए please.
Can you read, sir, please? Manoj Narawane ji. It's a tweet that says, "Hello friends, my book is available now. Just follow the link." Happy reading. Jai Hind. This is a tweet that Mr. Narawane has made. You can look into the tweet. So the point I'm making is, either Mr. Narawane is lying, and I believe the army chief. Okay, I don't think he will lie, or Penguin is lying. Somebody needs to. Both cannot be telling the truth. Okay. So do you think this is a മുൻ കരസേനാ മേധാവി ജനറൽ MM നരവനെയുടെ പുസ്തകം പ്രചരിച്ചതിൽ പോലീസ് കേസെടുത്തു. പുസ്തകത്തിന്റെ പതിപ്പ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് ആര് നൽകിയെന്നതിൽ വിവാദം മുറുകുന്നതിനിടെയാണ് നടപടി. പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ലെന്ന് പെൻഗ്വിൻ ബുക്സ് അറിയിച്ചിട്ടുണ്ട്. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന ആത്മകഥയുടെ ഹാർഡ് കവർ പതിപ്പ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പ്രദർശിപ്പിച്ചതാണ് വിവാദമായത്. നരവനെയുടെ പുസ്തകത്തിലെ ചില ഭാഗങ്ങൾ ഉൾപ്പെടുത്തി ദ കാരവൻ മാഗസിൻ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലെ ഭാഗമാണ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ഉന്നയിച്ചത്. ചൈനീസ് കടന്നുകയറ്റ സമയത്ത് സർക്കാർ വ്യക്തമായ ഉത്തരവ് നൽകിയില്ല എന്ന പരാമർശമാണ് രാഹുൽ ഉയർത്തിയത്. ഇതോടെ ഭരണപക്ഷത്ത് നിന്ന് എതിർപ്പുകൾ ഉയർന്നു. പിന്നീട് പുസ്തകത്തിന്റെ ഹാർഡ് കവർ പതിപ്പും രാഹുൽ സഭയിലെത്തിച്ചു. ഇത് ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ രൂക്ഷമായ വാക്പോരിനിടയാക്കി സഭ സ്തംഭിക്കുകയും ചെയ്തു. പുസ്തകത്തിന് ഇതുവരെ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചിട്ടില്ല. അങ്ങനെയുള്ള പുസ്തകം രാഹുൽ ഗാന്ധിയുടെ കൈകളിൽ എത്തിയത് ദുരൂഹമാണെന്നാണ് ഭരണപക്ഷം ആരോപിക്കുന്നത്. പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തിന്റെ അച്ചടിച്ച കോപ്പി പാർലമെന്റിലെത്തിയത് സുരക്ഷാ ലംഘനമാണെന്ന് അധികൃതർ വിലയിരുത്തുന്നു. പുസ്തകം നിലവിലില്ലെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ അന്വേഷണം ആരംഭിച്ചത്. പുസ്തകത്തിന്റെ പതിപ്പ് ചോർന്നതിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് പോലീസ് നിഗമനം. പുസ്തകം ഇതുവരെ അച്ചടിക്കുകയോ ഡിജിറ്റൽ രൂപത്തിൽ പോലും വിതരണം ചെയ്യുകയോ ചെയ്തിട്ടില്ലെന്ന് പ്രസാധകരായ പെൻഗ്വിൻ ബുക്സ് വ്യക്തമാക്കിയിട്ടുണ്ട്. പുസ്തകത്തിന്റെ കോപ്പി ചില വെബ്സൈറ്റുകളിലും ഓൺലൈൻ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമുകളിലും ലഭ്യമാണെന്ന് പോലീസ് കണ്ടെത്തി. രാഹുൽ ഗാന്ധിക്ക് ഈ പുസ്തകം എങ്ങനെ ലഭിച്ചുവെന്നും പോലീസ് അന്വേഷിക്കും. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. വിവാദമായ എപ്സ്റ്റീൻ ഫയലുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് പരാമർശിക്കപ്പെട്ടതിലും പ്രധാനമന്ത്രി പുലർത്തുന്ന മൗനത്തിലും പ്രതിഷേധിച്ച് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച്. യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ഉദയ് ഭാനു ചിബിന്റെ നേതൃത്വത്തിലുള്ള മാർച്ച് ജന്തർ മന്ദറിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകരാണ് പങ്കെടുത്തത്. പ്രധാനമന്ത്രി രാജ്യത്തോട് മറുപടി പറയണമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം. ആശാസമരത്തിന്റെ 1ാം വാർഷികത്തിൽ സെക്രട്ടേറിയറ്റിൽ മാർച്ച് നടത്തി പ്രവർത്തകർ. പല ആവശ്യങ്ങളും അംഗീകരിക്കപ്പെട്ടെങ്കിലും അടിസ്ഥാന ആവശ്യങ്ങളിൽ പലതും ഇനിയും നേടിയെടുക്കേണ്ടതുണ്ടെന്ന് ആശമാർ വ്യക്തമാക്കി. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ 100 കണക്കിന് പ്രവർത്തകരാണ് അണിനിരന്നത്. ഫെബ്രുവരി 10 ഓണറേറിയം വർധനവടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ആരംഭിക്കുന്നത്. തൊഴിലാളി സമരങ്ങളിലൂടെ ഉയർന്നു വന്ന സർക്കാരിൽ നിന്നും അനുഭാവപൂർവമായ നിലപാട് ഉടൻ ഉണ്ടാകുമെന്ന് കരുതി തുടങ്ങിയ സമരം പിന്നീട് താണ്ടിയത് ത്യാഗത്തിന്റെ 266 സമരദിനങ്ങൾ. സമരത്തിന്റെ 1ാം വാർഷിക ദിനത്തിലാണ് വീണ്ടും ഒരു ഒത്തുകൂടൽ. സെക്രട്ടേറിയറ്റിലേക്ക് അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ ഇനിയും അംഗീകരിക്കേണ്ടതുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ഓണറേറിയം വർധനവടക്കമുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരമുഖത്തുണ്ടാകുമെന്ന് സമരസമിതി നേതാവ് MA ബിന്ദു അമൃത വാർത്തകളോട് പറഞ്ഞു. വളരെ അഭിമാനകരമായ ഒരു നിമിഷത്തിലാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഈ സമരത്തിലൂടെ ഞങ്ങൾക്ക് വ്യക്തമായ ഡിമാൻഡുകൾ നേടിയെടുക്കാൻ കഴിഞ്ഞു. പക്ഷേ നമ്മുടെ ബേസിക് ഡിമാൻഡ്സ് നിൽക്കുകയാണ്. അത് തരാൻ സർക്കാർ തയ്യാറായിട്ട്. ആധുനിക കാലഘട്ടത്തിൽ സ്ത്രീകളെ ഏറ്റവും എളുപ്പം ചൂഷണം ചെയ്യാൻ പറ്റിയ രീതിയാണ് സ്കീം വർക്കേഴ്സ് അഥവാ സന്നദ്ധ പ്രവർത്തകരായി അവരെ അണിനിരത്തുന്നതെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച KHWA സംസ്ഥാന പ്രസിഡന്റ് VK സദാനന്ദൻ ചൂണ്ടിക്കാട്ടി. പറഞ്ഞൊഴിയാൻ എളുപ്പമാണ്, നിങ്ങൾക്ക് പറഞ്ഞൊഴിയാൻ കഴിയില്ല. ഈ നാട്ടിലുണ്ടായിരിക്കുന്ന മുഴുവൻ പ്രക്ഷോഭങ്ങളും ഇങ്ങനെ പറഞ്ഞൊഴിയലിനെതിരെ നടത്തിയിരിക്കുന്ന പ്രക്ഷോഭങ്ങളാണ്.
കർഷക തൊഴിലാളികൾ സമരം അങ്ങനെയാണ്. ഈ നാട്ടിലെ എല്ലാ തൊഴിലാളി വിഭാഗങ്ങളും സമരം ചെയ്ത് അവരുടെ അവകാശങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത് ഈ പിണറായി വിജയനും സംഘവും പറയുന്നത് പോലുള്ള പറഞ്ഞൊഴിയലുകൾക്കെതിരെയുള്ള സമരങ്ങളിലാണ്. സമരദിനങ്ങളിൽ കണ്ട ആവേശം ഇന്നും ആശമാരുടെ കണ്ണുകളിൽ നമുക്ക് കാണാം. കേരളം ഇടക്കാലത്ത് കണ്ട സ്ത്രീകളുടെ ഏറ്റവും വലിയ പോരാട്ടമായിരുന്നു ആശാ സമരം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മണിപ്പൂരിൽ വീണ്ടും സംഘർഷം. ഉഖ്രുൽ ജില്ലയിലെ ലിദാൻ ഗ്രാമത്തിലുണ്ടായ ആക്രമണങ്ങളിൽ നിരവധി വീടുകൾ കത്തിനശിച്ചു. ജില്ലയിൽ ഇന്റർനെറ്റ് സേവനങ്ങൾ 5 ദിവസത്തേക്ക് നിർത്തിവെച്ചു. പ്രദേശത്ത് കർഫ്യൂ ഏർപ്പെടുത്തുകയും ചെയ്തതായി പ്രാദേശിക ഭരണകൂടം അറിയിച്ചു. റിപ്പോർട്ടുകൾ പ്രകാരം നാഗാ സമുദായത്തിൽപ്പെട്ടവരും കുക്കി സമുദായത്തിൽപ്പെട്ടവരും തമ്മിലാണ് സംഘർഷം. സർക്കാർ ക്വാർട്ടേഴ്സുകളും തീപിടുത്തത്തിൽ കത്തിനശിച്ചു. നേരത്തെ ഉണ്ടായ മെയ്തൈ കുക്കി സംഘർഷത്തിൽ നാഗാ വിഭാഗം ഏറെക്കുറെ നിഷ്പക്ഷത പാലിച്ചിട്ടുണ്ടെങ്കിലും ഒരിടവേളയ്ക്ക് ശേഷമുണ്ടായ പുതിയ സംഘർഷത്തിലെ അവരുടെ ഇടപെടൽ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. അൽ നാസർ മത്സരങ്ങളിൽ നിന്നുള്ള തന്റെ ബഹിഷ്കരണം അവസാനിപ്പിക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോ തീരുമാനിച്ചു. സൗദി പ്രോ ലീഗ് ക്ലബിന്റെ 2 മത്സരങ്ങളിൽ നിന്ന് റൊണാൾഡോ വിട്ടുനിന്നു. ഫെബ്രുവരി 14 അൽ ഫത്തേക്കെതിരായ മത്സരത്തിൽ കളിക്കാൻ പോർച്ചുഗൽ ക്യാപ്റ്റൻ തിരിച്ചെത്തുമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് 2 ബുധനാഴ്ച അർക്കാഡാഗിൽ അൽ നാസർ കളിക്കും. സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടുമായി ഉടലെടുത്ത തർക്കത്തെ തുടർന്നാണ് 2 മത്സരങ്ങളിൽ നിന്നും റൊണാൾഡോ വിട്ടുനിന്നത്.